കേട്ടോ. നമ്മുടെ ദേവിക്ക് വേണ്ടി വരികൾ എഴുതി 3 മിനിറ്റ് നേരമുള്ള വരികൾ എഴുതി നല്ലൊരു ഗാനമാണ്. ഈണം കൊടുത്ത് ശോഭകാലത്ത് നമുക്ക് എണീച്ചൊരുക്കിയിട്ടുള്ളത്. അതിന്റെ വിഷ്വൽസ് നമ്മളവിടെ 3 മിനിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ചെറിയൊരു സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് നമ്മളധികം അതിലേക്ക് കടക്കുന്നില്ല. അടുത്തതായി നമ്മുടെ ശോഭകാലത്ത് ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഒരു സ്നേഹാദരം അർപ്പിക്കുന്നതിനായി നമ്മുടെ മാർഗദർശിയായ ശ്രീ സുബ്രഹ്മണ്യനെ ക്ഷണിച്ചോളൂ. മുതുപറമ്പിൽ വാഴും അമ്മയൻ ദേവിയെ അടിയനൊരഭയം നീ തായേ. അക്ഷരലോകത്ത് അറിവിൻ്റെ ദീപമായി എന്നിൽ ജ്വലിക്കൂ നീ ജ്ഞാനേശ്വരി. എന്നിൽ ജ്വലിക്കൂ നീ ജ്ഞാനേശ്വരി. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ മുഹൂർത്തത്തിൽ ഇവിടെ വരാനും പിന്നെയൊരു എന്താ പറയുക ആദരവേറ്റ് വന്നതിന് കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഷോക് സാറ് ഈണം പറഞ്ഞു തന്നപ്പോൾ എന്താ പറയുക കണ്ടിട്ടില്ല ദേവിയെ, എങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് വഴികൾ വരികയായിരുന്നു. ദേവിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് മൂകാംബിക ദേവിയാണ്. ഇനി കുറേ നാളായിട്ട് കാണണമെന്നുള്ള വിചാരം കൊണ്ടാണോന്ന് അറിയില്ല. ദേവി കടാക്ഷം എന്ന് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം, സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശ്രീ ദേവിയുടെ ഈ ഒരു ഗാനം ആലപിക്കാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷം. പെട്ടെന്ന് ഉണ്ടായ ഒരു ചെറിയൊരു തോന്നലാണ് ഈ പാട്ടുകൾ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ദേവിക്ക് വേണ്ടി ഒരു പാട്ടായിരിക്കും ദേവിയുടെ ആഗ്രഹം പോലെ. അപ്പൊ അതെല്ലാവരും കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ദേവിയുടെ മക്കളായി എല്ലാവരും നന്മയോടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.